കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് പോലെ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാലപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ധ്രുവം മൃത്യു. ജനിച്ചിട്ടുണ്ടോ മരണം സുനിശ്ചിതമാണ്. അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഈ ഒരു ബോധം നിങ്ങൾക്കുണ്ട്, ഒരു വശത്ത് നഷ്ടം സംഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടെയുള്ളത് എന്നും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ഒരു വിഷമം മനസ്സിൽ നിങ്ങളറിയാതെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ സ്നേഹം അനുഭവിക്കുന്നതോട് തന്നെ സ്നേഹത്തിന്റെ കൂടെ തന്നെ ദുഃഖവും അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അതിങ്ങനെ ഒരു ചാരം മറഞ്ഞിരിക്കുന്ന, തീ മറഞ്ഞിരിക്കുന്ന പോലെ കിടക്കണമെന്ന്. എപ്പോൾ വേണമെങ്കിലും അത് പുറത്തേക്ക് വരാൻ സാധിക്കും. ദുഃഖത്തെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? ദുഃഖത്തിന് കാരണം പ്രധാനപ്പെട്ട മൂന്നെണ്ണാണ്. പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ദുഃഖത്തിന് കാരണം നോക്കൂ, നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം തരുന്ന ആളുകൾ, സ്നേഹം പങ്കുവെക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാകുമോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ദുഃഖമാണ്. ഒരു ഏകാന്തത ജീവിതത്തിൽ വരുമോ എന്നൊരു ഭയവും അസ്വസ്ഥതയും. ഏകാന്തത നമ്മളിൽ ദുഃഖമുണ്ടാക്കുന്നത്, ഒറ്റപ്പെടൽ നമ്മളിൽ ദുഃഖമുണ്ടാക്കുന്നത്. രണ്ടാമത്തത് കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ട്. എന്താണ് ആ തിരിച്ചറിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മാനസികമായി വേണ്ടത്ര ഉയർന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത. ഗിൽറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിനെ. ഗിൽറ്റി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ കുറ്റബോധം. കുറ്റവാളികൾക്ക് കുറ്റബോധമുണ്ടാവും. കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യാഘാതം വരുമെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. എന്തെങ്കിലും രീതിയിൽ എനിക്ക് തന്നെ തിരിച്ചടിക്കുന്നുള്ളത്. സാധാരണക്കാരൻ്റെ രീതിയിൽ എന്താണ് കുറ്റബോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറ്റബോധം സ്വന്തം മനസ്സിനെ തന്നെ തിരിച്ചറിയുമ്പോൾ ഈ മനസ്സ് വേണ്ടത്ര സ്വസ്ഥവും സമാധാനവും ഉള്ളതല്ല, ധൈര്യമുള്ളതല്ല. ഒരു ധൈര്യമുള്ള ഒരു മനസ്സിനെ വാർത്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു, നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ നോക്കുന്നത് സുഖവും ധൈര്യവും ഒക്കെ ഉള്ളൊരു മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പ്രായം കൂടുന്തോറും സുഖവുമില്ല, ധൈര്യവുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചതൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരെ പിന്തുടരും. ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് മനസ്സിന്റെ കോർണറിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ മക്കളോ മറ്റോ നിങ്ങൾ പറയാതെ അനുസരിക്കാതെ അവരുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുറ്റബോധം പറയുന്നത്, നിങ്ങളുടെ കുറ്റബോധമൊക്കെ അപ്പൊ കാണാൻ സാധിക്കും. ഞാൻ ഇവർക്കൊക്കെ വേണ്ടി ഇത്രയും കാലം ജീവിച്ചു, ഇവരെ ഞാൻ നോക്കി, എൻ്റെ സുഖങ്ങൾ മാറ്റിവെച്ചു, ഇവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇവര് എന്നെ നോക്കിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്താതെ ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ ഉയർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് കുറ്റബോധം. ദാറ്റ് ഈസ് എ തിങ്. പക്ഷെ നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉയർത്താത്തതാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, നിങ്ങളുടെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി കാണിച്ചു, പക്ഷെ അവരതേ ഉത്തരവാദിത്വം നിങ്ങളോട് തിരിച്ചു കാണിച്ചു. ഈ വാക്കുണ്ടല്ലോ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കതിലേക്ക് കിടക്കാം. ഇപ്പൊ രണ്ടാമത്തത് കുറ്റബോധം എന്ന് പറയും. മൂന്നാമത്തത് സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളത്. സമൂഹത്തെ ചിന്തിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ പലതും അഭിനയിക്കുന്നു. സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ആരൊക്കെയോ ആണ് എന്നത് കാണിക്കുന്നു. അപ്പൊ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ പലത് കാണിക്കുമ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ പല രീതിയിലൊക്കെ ജീവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയൊന്നും ആ രീതിയിൽ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പം ഒരു ദുഃഖമാണ്. സ്വന്തം വീട്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളോട് പറയും, ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തേ അല്പം പോലും മാനസികമായി ഒരു ഉയർച്ച പോലും നിൽക്കില്ലല്ലോ. ചെറിയ ചെറിയ കാര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ കേ 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 എന്ന് പറയുന്നത്.
ഇതിന് നല്ലത് ഹാർമോണിയം വാങ്ങിക്കില്ലേ നല്ലത്? ചെറിയ കാര്യത്തിലൊക്കെ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്? അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ദുഃഖമാണ്. കാരണം വെച്ചാൽ എന്താ അങ്ങനെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് പരസ്യമായി നിങ്ങളെ ആരെങ്കിലും നിന്ദിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ദുഃഖം അപ്പം വരുന്നു. കാരണം നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള മനോബലമില്ല. സമൂഹം നിങ്ങളെ എങ്ങനെ കാണുന്നു? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സമൂഹം നിങ്ങളെ കാണുന്നത്, ആണോ? ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത ഡോസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. പ്രത്യേകിച്ച് ഇവിടെയുള്ള ക്യാമ്പുകളിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആരുടെയെങ്കിലും പ്ലേറ്റ് കാണാനില്ലാതെ വന്നു, വേറെ അടുത്ത് നിൽക്കുന്ന ഒരാളെ ചീത്ത പറഞ്ഞു. കാരണം എല്ലാവരുടെ കഴുത്തിലും ഒരേപോലുള്ള മഞ്ഞത്തുണിയാണ്. ആരാ എടുത്തു കൊണ്ടുപോയത് എന്നുള്ളൊരു പിടുത്തമില്ല. നിങ്ങളെ 4 ചീത്ത പറയുമ്പം ആ സമയത്ത് സന്തോഷം വരുമോ ദുഃഖം വരുമോ? ദുഃഖം വരും. ഈ ക്ലബ്ബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഗോസിപ്പുകളുടെ സ്ഥലമാണല്ലോ ഈ ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് വിമൻസ് ക്ലബ്ബ്. 99.9% പറയാനുള്ളത് വാങ്ങിച്ച സാരിയുടെ കഥയും ആഭരണത്തിൻ്റെ കഥയും, 40% പറയാനുള്ളത് ഭർത്താവിൻ്റെ കുറ്റമാണ്. ഞാൻ പോയതുകൊണ്ടാണ് പറയണത്. ഞാനൊരിക്കൽ വേഷം മാറിപ്പോയി നോക്കി എന്തൊക്കെയാണ് അവിടെ നടക്കണതെന്ന്. അപ്പോൾ ഒരു സ്ത്രീ പറയാണ്, ഹേയ്, എൻ്റെ വീട്ടിലൊരുത്തണ്ട് കൊള്ളരുതാത്തൊരു മനുഷ്യൻ, ഇത്ര കൊള്ളരുതാത്തൊരു യൂസ്ലെസ് ഗുഡ് ഫോർ നത്തിങ്. ഞാൻ രാമായണ സപ്താഹത്തിന് വിളിച്ചതാണ്, വന്നില്ല. ഭർത്താവിനെ കുറിച്ച് ഒരുപാട് 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 കുറ്റം. അപ്പം ഇത് കേട്ടപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ പറയാണ്, എന്നാലും തങ്കമണി ഇങ്ങനെ പറയാൻ പാടുമോ? ഇങ്ങനെ ഭർത്താവിനെ എല്ലാവരുടെ മുന്നിലും വെച്ച് യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ്, സ്റ്റുപ്പിഡ്, ഇഡിയറ്റ് എന്ന് പറയാൻ പാടുമോ? എൻ്റെ വീട്ടിലുണ്ട് ഒരു യൂസ്ലെസ്, ഞാൻ ഒരിക്കലും പറയില്ലല്ലോ അങ്ങനെ പബ്ലിക്കായിട്ട്. ഇതാണ് ക്ലബ്ബ്, ഇതാണ് വിമൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ചിലർ സെന്റിമെന്റ് ആവും. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ചിലവർ ജന്മജന്മാന്തരം മറക്കാതെ കൊണ്ട് നടക്കുക, ചത്താലും മറക്കില്ല. മനസ്സിലായില്ലേ? അവരിന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ എന്നുള്ളത് അതെന്നും ഒരു ദുഃഖമായി അവര് കൊണ്ടു നടക്കുന്നത്. എല്ലാം മറക്കും, എനിക്ക് അത് മാത്രം മറക്കാൻ പറ്റില്ല സ്വാമി. എന്നാലും എന്താ മറക്കാൻ പറ്റാത്തത്? ചെറിയ കാര്യങ്ങളാണ്, വലിയ കാര്യമൊന്നുമില്ല. എന്താ അത്ര നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളത്? ഞാനൊരു സാധനം ചോദിച്ചു, അവള് തന്നില്ല എന്ന്. അതിനിത്ര വലിയ പ്രശ്നമുണ്ടോ? അല്ല, എന്നാലും ഞാൻ ചോദിച്ചാൽ അവൾ തരേണ്ടതല്ലേ? ഭാഗ്യം അവൾ കൈകൊണ്ട് തരാഞ്ഞത്. നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് അതാ തരേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലര് ജീവിതത്തിൽ മറക്കാതെ കൊണ്ടു നടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കൂ, സമൂഹം നിങ്ങൾക്ക് തരുന്ന വാക്കുകൾ, നിങ്ങളോട് കാണിക്കുന്ന പ്രവൃത്തികൾ, അതേപോലെ നഷ്ടങ്ങൾ, ഏകാന്തത, ഇതൊക്കെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന കാരണങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാ പുറത്തേക്ക് വരേണ്ടത്? ഇതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്രയും കാലം ആരോടൊക്കെയാണോ ഉത്തരവാദിത്വം കാണിച്ച് ജീവിക്കുന്നത്, ഏകാന്തത വരുന്നത് നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചോ അവർ നിങ്ങളെ വിട്ടുപോകുമ്പോഴേ നിങ്ങൾക്ക് ഏകാന്തത വരുന്നു. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവർ നിങ്ങളെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ മനോവേദന വരുന്നു. നിങ്ങൾ ഏതിന് വാല്യൂ ചെയ്തിട്ടുണ്ടോ അത് നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾ മാനസികമായി തളരുന്നുള്ളൂ, ആണോ? ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. നിങ്ങൾ മനസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വ്യക്തികൾക്കും വസ്തുക്കൾക്കും മറ്റുള്ളവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്ക് ആണോ അല്ലയോ? നിങ്ങളെ കെയർ ചെയ്തിട്ടില്ല. നിങ്ങൾ കെയർ ചെയ്തിരിക്കുന്നത് മുഴുവൻ നിങ്ങളിൽ നിന്നും പുറത്തുള്ള കാര്യത്തിലാണ്. ഈവൻ എംപ്ലോയീസ് ആർ സഫറിങ് ബിക്കോസ് ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ കോ-സ്റ്റാഫ്. അവരെങ്ങനെയായിരിക്കണം, ഇവരെങ്ങനെയായിരിക്കണം. അതുകൊണ്ട് കൃഷ്ണൻ നോക്കൂ, ഇത്ര നല്ലൊരു മാനേജ്മെന്റ് എനിക്ക് ലോകത്തിൽ കാണാൻ സാധിച്ചില്ല. ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലും അത് പഠിപ്പിക്കില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് വണ്ടർഫുൾ ഒരു ടീച്ചിങ്. നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ആർക്കു വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഭഗവത്ഗീതയിലെ ഏറ്റവും സുപ്രസിദ്ധമായ ശ്ലോകമാണ് ഇത്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ശ്ലോകമാണ് ഇത്. നമ്മളൊക്കെ ഉണ്ടല്ലോ, വലിയൊരു വിസ്ഡമാണത്. ഇത് നമ്മൾ കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളൊക്കെ
എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് വളരെ അലേർട്ടായിട്ട് കേൾക്കണം ഈ ഒരു ശ്ലോകം. കാരണം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകം കൂടിയാണിത്. 2-ാം അധ്യായത്തില് 47-ാമത് ശ്ലോകം. കർമ്മൺ, എല്ലാവർക്കും ചൊല്ലാലോ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംകോസ്ത കർമ്മണി കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംകോസ്ത്വ കർമ്മണി. ഇത്ര നല്ലൊരു ശ്ലോകം, ജീവിതത്തെക്കുറിച്ച് അനലൈസ് ചെയ്ത ഒരു ശ്ലോകം വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യത. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകം കൂടിയാണ്. ഒരിക്കലൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഗീതയിലും പറഞ്ഞിട്ട് കർമ്മണ്യേവ ധിക്കാരസ്ഥേന്ന്, ധിക്കാരത്തിലൂടെയും കർമ്മം ചെയ്യണമെന്ന്. നോക്കൂ എങ്ങനെയൊക്കെയാ ഗീതയെ ഇന്റർപ്രറ്റ് ചെയ്യണത്. കർമ്മണി ഏവ അധികാര, കൃഷ്ണൻ പറയുന്നു കർമ്മണി ഏവ അധികാര, കർമ്മത്തിലാണ് നിങ്ങൾക്ക് അധികാരം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ വാക്കിന് അർത്ഥം യു ഡു യുവർ ഡ്യൂട്ടി എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യൂന്ന്. കല്യാണം കഴിച്ചോ, ഭർത്താവിനെ നോക്കലാണ് നിങ്ങളുടെ കടമ. കുട്ടികളായിട്ടുണ്ടോ, കുട്ടികളെ നോക്കലാണ് നിങ്ങളുടെ കടമ. നിങ്ങൾ ജോലിക്കാരനാണോ, ജോലി ചെയ്യലാണ് കടമ, അല്ലേ? ആണോ അല്ലയോ? അപ്പോ കൃഷ്ണൻ പറയുന്നത്, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കടമ ചെയ്യലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളതിനെ ശ്രദ്ധിക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. കൃഷ്ണൻ അതല്ല പറഞ്ഞിട്ടുള്ളത്, റോങ്ലി ഇന്റർപ്രറ്റഡ് ആണ്. നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യൂ എന്നല്ല കൃഷ്ണൻ പറയുന്നത്. കർമ്മണി ഏവ അധികാര, അധികാര എന്നുള്ള വാക്ക്, അധികാരം എന്നുള്ളതിന് അർത്ഥം ഫ്രീഡം എന്നാണ് അർത്ഥം, സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കർമ്മത്തിലേ ഉള്ളൂ എന്നാണ്. നോക്കൂ, വലിയ വ്യത്യാസമുണ്ട് ഈ വാക്കിനർത്ഥം. സാധാരണ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക, ആളുകൾ വ്യാഖ്യാനിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഗീതയുടെ കമന്ററി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥമാവില്ല. There are hundreds and hundreds of commentaries. You won't get the real meaning. ഈ സത്സംഗത്തിൻ്റെയൊക്കെ മഹത്വം അതാണ്. നമ്മൾ ആചാര്യന്മാരിലൂടെ ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം അതാണ്. അപ്പോഴേ നമുക്ക് റിയൽ മീനിങ് എന്താണെന്ന് പിടികിട്ടുള്ളൂ. നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുക. കർമ്മണി ഏവ അധികാര എന്ന് പറഞ്ഞാൽ അർത്ഥം കർമ്മം ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് അധികാരം, നിങ്ങളുടെ കടമ. കടമ എന്നാണ് അവർ വാക്ക് വെച്ച് അധികാരം. അധികാരം എന്നുള്ളതിന് കടമ എന്നൊരു അർത്ഥം ഉണ്ടായിരിക്കാം, പക്ഷേ കൃഷ്ണൻ അതല്ല ഉദ്ദേശിച്ചത്. കൃഷ്ണൻ ഉദ്ദേശിച്ചത് ഫ്രീഡം എന്നാണ്, സ്വാതന്ത്ര്യം എന്നാണ്. അതിനർത്ഥം വ്യത്യാസമുണ്ട്. മറ്റുള്ള ശബ്ദത്തിന് അർത്ഥം കൊടുക്കുന്ന പോലെയല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യം മീൻസ് ചോയ്സ്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് എന്നർത്ഥം. നിങ്ങൾക്കതിൽ സെലക്ട് ചെയ്യാനുള്ള, ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം. കർമ്മണി ഏവ അധികാര, കർമ്മത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? സാധാരണ വ്യക്തികൾ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ അതാണ് നോക്കണേ. യു ഷുഡ് തിങ്ക്, ഹു ആർ യു? ആർ യു ആൻ ഓർഡിനറി പേഴ്സൺ? സാധാരണ വ്യക്തികൾ കർമ്മം ചെയ്യുമ്പോൾ, പ്രവൃത്തി ചെയ്യുമ്പോൾ അവര് ഏതൊരു കാര്യമാണോ ഏറ്റെടുത്തിരിക്കുന്നത് അതിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ. കൃഷ്ണൻ പറയുന്നത് അതല്ല. കൃഷ്ണൻ പറയുന്നത് കുറേയും കൂടി ആഴത്തിലാണ്. അദ്ദേഹം പറയുന്നത് കർമ്മണി ഏവ അധികാര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം കർമ്മത്തിലാണെന്ന് പറയുമ്പോൾ കർമ്മം തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണെന്ന് തിരിച്ചറിയണം. എവറി ആക്ഷൻ ബിഗിൻസ് ഫ്രം ദ മൈൻഡ്. മനസ്സിൽ നിന്നാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഏത് കർമ്മങ്ങൾ നോക്കിക്കോളൂ, അത് ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സ് അതിനെ ചിന്തിച്ചാലേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നത് ആര് പറയണം? മനസ്സ് പറയണം. ഈവൻ നമ്മൾ ബാത്റൂമിൽ പോകണോ, ടോയ്ലറ്റിൽ പോകണോ, കുളിക്കണോ, ഡ്രസ്സ് മാറണോ, ഇതൊക്കെ ആരാ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? പറയൂ, മനസ്സാണ്. കല്യാണം കഴിച്ചു, ഭർത്താവിനെ നോക്കണം, ഭർത്താവിന് കാപ്പി ഉണ്ടാക്കണം, ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, ഇതൊക്കെ ആരാ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? മനസ്സാണ്. അപ്പൊ കർമ്മം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ആണോ? ആണോ അല്ലയോ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്
മനസ്സിനെയല്ല, മനസ്സ് ഏതിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഭഗവാൻ പറയുന്നത് കർമ്മണി ഏവ അധികാരം എന്ന് പറഞ്ഞാൽ യൂസ് യുവർ ഫ്രീഡം. എന്താണ് നമ്മൾ ഫ്രീഡം ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ശ്രദ്ധ ആദ്യം ഏതിലേക്ക് കൊണ്ടുവരണം? മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രദ്ധിക്കൂ, അത് വലിയൊരു മഹത്വമായിട്ടുള്ളൊരു വാക്കാണ്. കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള മനസ്സോടുകൂടി വേണം കർമ്മം ചെയ്യാൻ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. There are two way you can select. ഒന്നാമത്തത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സാധാരണ രീതിയിൽ ഞാൻ ഇവരെയൊക്കെ നോക്കുന്നു, ഞാൻ ഇവർക്കൊക്കെ വേണ്ടി ബുദ്ധിമുട്ടുന്നു, ഐ ആം കെയറിങ് ദം, ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് ദം, ഓർ ഐ ആം ഡൂയിങ് ദീസ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അവരും ഇതൊക്കെ തിരിച്ചു തരണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ പ്യുവർ സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ പിന്നിലൊക്കെ പ്രതീക്ഷകളുണ്ട്. സ്വാർത്ഥത എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് സ്വാഭാവികമാണ്. നിങ്ങൾ കാശ് കൊടുത്തു ക്യാമ്പിന് വന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കുറെ സൗകര്യങ്ങളുണ്ട്. ദാറ്റ്സ് നേച്ചുറൽ തിങ്. ദർ ഇസ് നത്തിങ് റോങ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദർ ഇസ് എൻ എക്സ്പെക്ടേഷൻ. സമൺ ഹാസ് ടു ടേക്ക് കെയർ. ദർ ഇസ് നോ ഡൗട്ട്. നിങ്ങളെ കുട്ടികളെ വളർത്തിക്ക് വരുമ്പം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കണം എന്നുള്ളത് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദി ലൈഫ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്, ഒരു ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത വേറൊരു ഓപ്ഷനും ഉണ്ട്. അതെന്താണത്? അവിടെയാണ് ഭഗവാൻ ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കൊണ്ട് കർമ്മം ചെയ്താൽ, നിങ്ങൾ മനസ്സിനെ നോക്കാതെ കർമ്മം ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കിട്ടും എന്ന് വിചാരിച്ച് കണക്കുകൂട്ടലിൽ ജീവിച്ച് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിതം വന്നില്ലെങ്കിൽ നിങ്ങൾ മാനസികമായി താളം തെറ്റും. അപ്പൊ താളം തെറ്റാത്തൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മറ്റുള്ളതിനെ ശ്രദ്ധിക്കുന്നതിന്റെ കൂട്ടത്തിൽ മനസ്സിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മനസ്സ് വെച്ചാൽ പോരാ, മനസ്സിലും ശ്രദ്ധ വെച്ചുകൊണ്ട് മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ മാനസികമായി തളരില്ല. അതിലൊരു ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. എങ്ങനെ കർമ്മം ചെയ്യാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. നിങ്ങളെ കെയർ ചെയ്യാതെ നിങ്ങൾക്ക് കർമ്മം ചെയ്യാം, മറ്റുള്ളതിനെ ശ്രദ്ധിച്ച് കർമ്മം ചെയ്യാം. എന്നാൽ കർമ്മം ചെയ്യുന്ന കൂട്ടത്തിലും നിങ്ങളെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അതാണ് ഏറ്റവും മുഖ്യം. നിങ്ങളോട് ഞാൻ ആദ്യം മുതൽ അതാണ് പറയുന്നത്, ഡു എവറിത്തിങ് മൈൻഡ്ഫുള്ളി. ആസ്വദിച്ചുകൊണ്ട് ചെയ്യും, എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യും, റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്യും. പരിഭ്രമിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം പരിഭ്രമിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയണോ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ എനിക്ക് സുഖം കിട്ടുന്നു. ചെയ്ത് കഴിഞ്ഞിട്ടല്ല സുഖം ഉണ്ടാവേണ്ടത്, ചെയ്യുമ്പോഴേ സുഖമുണ്ടാവണം. റിലാക്സ് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് മാനസികമായി തളരില്ല. കാരണം മനസ്സ് പറയും എനിക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എൻ്റെ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി അതെങ്ങനെയായാലും എനിക്ക് യാതൊരു വിരോധവുമില്ല. നോക്കൂ, നിങ്ങളുടെ അപ്രോച്ച് വളരെ വ്യത്യാസം. എന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര റിലാക്സ് ചെയ്ത് ചെയ്യുന്നോ അത്രയും ആ കാര്യം ഭംഗിയാവും. നിങ്ങൾ എത്ര ടെൻഷനോടുകൂടി ചെയ്യുന്നോ അത് അത്രയും മോശമായി തീരും. നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ ടെൻഷനോടുകൂടി, അമ്മമാർക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ടെൻഷനോട് കൂടിയിട്ട് അടുക്കളയിൽ 4-5 പേര് ഇരുന്നിട്ട് ഗസ്റ്റ് വന്നു. അപ്പോഴേക്കും വീട്ടിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടെ പറഞ്ഞു പൊടിയിട്ടുവോ, ഈ പൊടിയിട്ടുവോ, മറ്റേ പൊടിയിട്ടുവോ, മറ്റേ പൊടിയിട്ടുവോ, അതിട്ടുവോ, ഇതിട്ടുവോ. ഇതിങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ ഭാര്യ ദോശ ചുടുകയാണ്. അപ്പൊ ഭർത്താവ് പുറകിലിരുന്ന് പറയുന്നുണ്ട്, ദേ ചട്ടി ചൂടായിരിക്കണോ, ഒഴിക്കൂ, മാവൊഴിക്കൂ, മാവൊഴിക്കൂ, മാവൊഴിക്കൂ എന്ന്. അപ്പോഴേക്കും ഭാര്യയോടൊന്നും മിണ്ടാതിരിക്കും, ഞാൻ ചെയ്യുന്ന ഉപദ്രവിക്കല്ലേ.
അപ്പോഴേക്കും മാവ് എടുത്തൊഴിച്ച് ദേ അത് വട്ടത്തിലാക്കും, അത് വലിഞ്ഞു പോകണോ, ഇങ്ങനെയാവണം, അത് വട്ടത്തിലാക്കും, റൗണ്ട് ആക്കും, അത് ക്രിസ്പ് ആക്കും, അതാക്കും, ഇതാക്കും. ഭാര്യയ്ക്ക് ഇങ്ങോട്ട് കലി വന്നു, ചട്ടുകെടുത്ത് കാണിച്ചു. മിണ്ടിപ്പോരുത് എൻ്റെ പുറകിലിരുന്ന്. അയ്യോ ചട്ടി ചൂടായി, അത് ഭയങ്കരമായിട്ട് ചൂടായി, കുറച്ച് തീ കുറയ്ക്കും, അത് കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും തോന്നണമെന്ന്. അപ്പോഴേക്കും അതിങ്ങനെ നെയ്യ് കുറച്ച് നെയ്യ് ഒഴിക്കുക, അപ്പോഴേ നന്നാവുള്ളൂ. നെയ്യുടെ പാത്രം ഇവിടെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നെയ്യ് അവിടെ കൊണ്ടുപോയിക്കരുത്, ഇവിടെ കൊണ്ടുപോയിക്കണം എന്ന്. നീ എപ്പോഴും പറഞ്ഞാൽ കേൾക്കില്ല എന്നോട് കൊടുത്തു. എന്നാലോചിച്ചൊക്കെ ഒരാളിങ്ങനെ പുറകുന്ന കമന്ററി പറഞ്ഞാൽ എന്തിനും പറയണോ, ദോശ മുഴുവൻ കരിഞ്ഞു. ഭാര്യയ്ക്ക് വന്നു ഒരു കലി. ഭാര്യ പറഞ്ഞു ഇതൊക്കെ കാരണം നിങ്ങളാണെന്ന്. ഉടനെ ഭർത്താവ് പറയാണ്, ഇത് തന്നെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചവിട്ട് മനുഷ്യ, അവിടെ ചവിട്ട്, അവിടെ വണ്ടി വരുന്നു, അതാ സ്കൂട്ടർ വരുന്നു, അതേ ബൈക്കുകാർ എങ്ങോട്ട് വരുന്നു, ചവിട്ട് ചവിട്ട് ചവിട്ട്. ഒരു സ്വൈരല്ലേ വണ്ടി ഓടിക്കുമ്പോൾ. പുറകിലിരുന്ന ആളെങ്ങനെ കമന്ററി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത് ലേശം തലയ്ക്ക് വട്ടുള്ള ഒരാളും കൂടിയാണെങ്കിൽ ഈ ലോകം നേരെയാക്കാൻ വലിയ പാടാണ്. എനിക്കറിയാം, ഞാൻ ഒരിക്കൽ ബോംബെയിൽ ഒരു യാത്ര, ഒരു സ്ഥലത്ത് ഒരു അമ്മ എന്നെ കൊണ്ടുപോവുകയാണ്. എനിക്കറിയില്ല, അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ തോന്നുന്നു മലാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വളരെ മുമ്പ്. ഇവരാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ ലെഫ്റ്റിലിരിക്കണം, ഇവർ റൈറ്റിൽ ഡ്രൈവ് ചെയ്യണം. എനിക്കറിയില്ലായിരുന്നു ഇവര് എല്ല് വെച്ചിട്ടാണ് ഓടിക്കുന്നത് എന്നുള്ളത്. ലേണിംഗ് ലൈസൻസിൻ്റെ ടൈമാണ്. ഹൈവേയിൽ കയറ്റം ഇങ്ങനെ കയറി വരുന്നതിൻ്റെ ഇടയിൽ മുന്നിൽ ലോറി പെട്ടു, വണ്ടി ബ്ലോക്കായി. ഈ കയറ്റത്തിലാണെങ്കിൽ ഇവർക്ക് പരിചയമില്ല, വണ്ടി ഓഫായി. ഞങ്ങളുടെ നേരെ പുറകിലൊരുത്തൻ, അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല വണ്ടി, കാരണം അപ്പുറത്തുനിന്ന് വണ്ടി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ പുറകിലിരുന്ന് നിർത്താതെ ഹോൺ അടിക്കുന്നുണ്ട്, ശബ്ദമൊക്കെ അത്ര ശബ്ദം. അതിൻ്റെ കൂടെ ടെൻഷൻ വന്നപ്പോൾ ഇവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, വണ്ടി മുന്നോട്ടുണ്ട്. ഒരു 15 വട്ടമായപ്പോൾ ഞാൻ ഇറങ്ങിയതെന്ന്. പുറകിൽ നിന്ന് ഹോൺ, അപ്പുറത്തുനിന്ന് ഹോൺ, എല്ലാം കൂടി ആയപ്പോഴേക്കും ടെൻഷനുമായി. വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഓഫായിപ്പോയി. ഈ കയറ്റത്തിൽ വണ്ടി പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു ഭാഗം. ഇതാണ് കാര്യം. അപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ അറിയാം, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ചെയ്യുന്ന കാര്യം ഒരിക്കലും ശരിയാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാലം പ്രവൃത്തിയിലാണ് ശ്രദ്ധിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്.